വിനീത ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ കല്ലുവായനെ കുറിച്ച് പറഞ്ഞു തരും. ഹായ് ഫ്രണ്ട്സ്, എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി എനിക്കൊരു കമന്റ് ഇട്ട് തന്നിന് കല്ലുവായനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ വിശദമായിട്ട്. അപ്പൊ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലായിട്ട് വന്നത്. നമുക്ക് ആദ്യം കല്ലുവാഴയുടെ വാഴ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ഇതാണ് കല്ലുവാഴ എന്ന് പറയുന്ന വാഴ. ഇതാണ് അങ്ങനെ സാധാരണ വാഴ ഇതിനെക്കാട്ടും നല്ല വ്യത്യസ്തമായി കഴിഞ്ഞാൽ അതിന്റെ തടയൊക്കെ നിൽക്കുന്നത് നല്ല കനത്തുള്ള തടയാണ്. ഇതിപ്പോ 2 വർഷമായ കല്ലുവാഴയാണ്. അതേപോലെ കല്ലുവാഴ ചെടി ഇതൊന്നാണ്, ഇത് വേറെതാണ്. ഇതും അത് കാട് കൊത്തിക്കളഞ്ഞുകൊണ്ട് ഇത് കൊത്തിക്കളഞ്ഞത് കൊണ്ടാണ് ഇത് ഉഷാറില്ലാതെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇതിപ്പോ പഴുത്ത് നോക്കട്ടെ, ഇത് കൊത്തിക്കഴിഞ്ഞേട്ടാ. ഇനിയിപ്പോ 1-2 കായുണ്ട്. ഇതിന് പച്ച കാണിച്ചു തരാം. ഇതാണ് അതിന്റെ പഴം. അതെല്ലാം കിളികളൊക്കെ കൊത്തിട്ട് കഴിച്ച്. ഇതാണ് കല്ലുവാഴ പഴം. ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം ഇങ്ങനെ കൊത്തി കളഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വാഴ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ മുഴുത്ത പഴം ഉണ്ടായേനെ. അതിന്റെ കൂമ്പൊക്കെ വലിയ കൂമ്പായിരുന്നേ. ഇങ്ങനെ കൊത്തി കളയുന്നതുകൊണ്ട് വലിയ കാട് കണക്കെ ആവുന്നത് കൊണ്ടാണ് ഇത് കൊത്തി വൃത്തിയാക്കുന്നത്. കല്ലുവാഴ ഉണക്കി പൊടിച്ചിട്ട് നമ്മളതിനെ നല്ല ഉണക്കി പൊടിച്ച് നല്ല ടിന്നിനകത്ത് എടുത്തു വെക്കണം. എന്നിട്ട് അതിന്റെ ഗുണം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് എല്ല് തേയ്മാനത്തിന് ഉപയോഗിക്കുക, ഒന്ന് മൂത്രക്കല്ലിന് ഉപയോഗിക്കുക, ഒന്ന് മൂത്രപ്പഴുപ്പ്, മൂത്രക്കടച്ചില്, അതിനെല്ലാം ഈ കല്ലുവാഴപ്പൊടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അതിനെക്കാട്ടും കൂടുതൽ ഈ കല്ലുവാഴ കുരുവിന്റെ പൊടി കൊണ്ട് അതിനെക്കാട്ടും നല്ല നമ്മുടെ ശരീരത്തില് നല്ല ഗുണമുള്ള സാധനമാണ് ഈ കല്ലുവാഴ. അപ്പൊ അത് മൂത്രക്കല്ലിനും മൂത്രപ്പഴുപ്പിനും എങ്ങനെ കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. രാവിലെ വെറും വയറ്റില് 1 ഗ്ലാസ് തണിഞ്ഞ പാലില് 1 സ്പൂൺ കലക്കിയിട്ട് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാം. അല്ലെങ്കിൽ തലേദിവസം വെച്ച കഞ്ഞീര വെള്ളത്തില് 1 സ്പൂൺ ഇട്ട് കലക്കിയിട്ട് നമുക്ക് വെറും വയറ്റിൽ കഴിക്കാം.